ആസ്വാദകരെ ത്രസിപ്പിക്കേണ്ട സിനിമകളാണ്. ബാറ്റ്ഷിപ്പ് ഒത്തങ്ങിനാകട്ടെ ആ സിനിമ ഇറങ്ങിയതിൻ്റെ 100ാം വർഷമാണിത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയ സിനിമയാണ്. ഇവിടെ മുമ്പ് പ്രദർശിപ്പിക്കപ്പെട്ട സിനിമകളുടെ എല്ലാം പോസ്റ്ററുകളെല്ലാം ഉള്ളിലുണ്ട്. അത് ഞാൻ നടന്ന് കാണുകയായിരുന്നു. ക്ലാസിക്കുകളാണ്. അതിലൊരു സിനിമയുടെ പേര്, ലോകപ്രശസ്തനായ ചാർലി ചാപ്ലിൻ എടുത്ത ഒരു സിനിമയുടെ പേര് ഇപ്പോൾ ഭ്രാന്തമായ ഈ തീരുമാനമെടുത്തവർക്ക് നല്ല വിശേഷണമായിട്ട് യോജിക്കും. അത് ഞാൻ ക്വിസായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് ഏതാണ് ആ പേരെന്ന്? ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അപ്പോൾ നമ്മുടെ രാജ്യം എത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവവികാസമാണിത്. ഇതിനെ ചലച്ചിത്ര ആസ്വാദകരെല്ലാം സാധ്യമായ എത്ര ശക്തമായ ഭാഷയിൽ അപലപിക്കണം. നമ്മുടെ രാജ്യം വളരെ അപകടകരമായ അമിതാധികാര പ്രവണതകൾ മാത്രമല്ല, നവഫാസിസ്റ്റ് പ്രവണതകളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദുഃഖകരമായ, അപലപിക്കപ്പെടേണ്ട സംഭവവികാസമാണ്. ഈ ചലച്ചിത്രമേളയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത് ഭരണഘടനാദത്തമായ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കൂടിയാണ്. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോലും മോഡിയും അമിത്ഷായും കൂടെ ചേർന്ന് അനുവദിക്കുകയില്ല. ക്ഷമിക്കണം, ഒരാളുടെ പേര് വിട്ടുപോയി, മോഹൻ ഭഗത്, RSSൻ്റെ ചീഫ്. ഇവർ ഒരു സാംസ്കാരിക ജീവിതം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിഷേധിക്കുകയാണ്. ഇതിനെതിരായിട്ട് ശക്തമായി